പരിശുദ്ധനായ യേശു അവിടുത്തെ ശരീരവും രക്തവും പുതിയ ഉടമ്പടിയായി നൽകുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. യേശു അവിടുത്തെ ശരീരം നിത്യജീവൻ ലഭിക്കുന്നതിനു വേണ്ടിയും രക്തം പാപമോചനത്തിനും വേണ്ടിയാണ് നൽകുന്നത്. എന്നാൽ ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും യേശുവിൻ്റെ ശരീരവും രക്തവും നൽകുന്നതിന് പകരം യേശുവിൻ്റെ ശരീരം മാത്രമായി നൽകുന്നു. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവമായ യേശു നേരിട്ട് നൽകിയതാണ് അവിടുത്തെ ശരീരവും രക്തവും. ഇന്ന് പലരും അഭിപ്രായപ്പെടുന്നത് വ്യത്യസ്തമായാണ്. യേശുവിൻ്റെ ശരീരത്തിൽ തന്നെ രക്തമുണ്ട് എന്നും വരുന്ന ജനങ്ങൾക്കെല്ലാം അത് ഒരുമിച്ച് നൽകാൻ പ്രായോഗികമല്ലെന്നും ചിലവ് കൂടുതലാണെന്നുമൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കുക, യേശു എന്തുകൊണ്ടാണ് ശരീരവും രക്തവും നൽകിയത്? യേശുവിന് അവിടുത്തെ ശരീരത്തിൽ രക്തമുണ്ട് എന്ന് പറഞ്ഞ് നൽകിയാൽ മതിയായിരുന്നല്ലോ. ഇന്ന് പല ദേവാലയങ്ങളിലും അനേക വർഷങ്ങളായി യേശുവിൻ്റെ ശരീരം മാത്രമായി നൽകുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി ഓരോ വിശ്വാസിക്കും ലഭിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ആവശ്യമാണ്. സഭയും വൈദികരും മനുഷ്യരായി ഭൂമിയിൽ ജീവിച്ചിരുന്ന പല വിശുദ്ധരുടെയും വാക്കുകൾക്കും ദർശനങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുമ്പോൾ മനുഷ്യനായി ഭൂമിയിൽ വന്ന ദൈവം ചെയ്യണമെന്ന് നൽകിയ ഈ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കാര്യത്തിൽ എന്തിനു വിട്ടുവീഴ്ച ചെയ്യുന്നു? മനുഷ്യവ്യക്തികളെക്കാളേറെ ഏറ്റവും വിശ്വസിക്കേണ്ടതും അനുസരിക്കേണ്ടതും യേശുവിനെയല്ലേ? ജനങ്ങളുടെ നിത്യജീവനും പാപമോചനത്തിനുമായി യേശുവിൻ്റെ ശരീരവും രക്തവും നൽകേണ്ടത് എല്ലാ പുരോഹിതരുടെയും കടമയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.